നമസ്കാരം. ലോകത്തെ ഏറ്റവും വലിയ ആണവ ദുരന്ത സ്മരണകൾ നിലനിൽക്കുന്ന സ്ഥലമാണ് ഉക്രൈനിലെ ചെർണോബിൽ. ഈ ദുരന്തത്തിൻ്റെ ബാക്കി പത്രമായ അപകടകരമായ വിഷവസ്തുക്കൾ ഇന്നും ഇവിടെയുണ്ട്. ചെർണോബിൽ ദുരന്തത്തിൻ്റെ ബാക്കി പത്രമായി സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തുവാണ് എലിഫൻസ് ഫൂട്ട്. ചെർണോബിൽ ആണവ നിലയത്തിൻ്റെ 4ാം റിയാക്ടറിലാണ് ഈ വസ്തു സൂക്ഷിച്ചിരിക്കുന്നത്. ഇന്നും സജീവമാണ് ഈ വസ്തു. ആണവ വികിരണങ്ങൾ പുറപ്പെടുവിക്കുന്നുമുണ്ട്. 5 മിനിറ്റിൽ കൂടുതൽ ഈ വികിരണമേറ്റാൽ മരണം പോലും സംഭവിക്കാം. സ്ഫോടനത്തിൻ്റെ ഭാഗമായി ദ്രവീകൃത അവസ്ഥയിലായ കോൺക്രീറ്റ്, മണൽ, സ്റ്റീൽ, യുറേനിയം, സിർക്കോണിയം തുടങ്ങിയ അനവധി വസ്തുക്കളാണ് എലിഫൻസ് ഫൂട്ടിലുള്ളത്. ആനയുടെ പാദം പോലെയുള്ള ഘടനയാണ് ഈ വസ്തുവിന് ആ പേര് കിട്ടാൻ കാരണമായത്. യുക്രൈൻ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായ റിപ്പബ്ലിക്കായി നിന്ന 1986 ചെർണോബിൽ വിസ്ഫോടനം നടന്നത്. അന്ന് USSRൻ്റെ ഭാഗമായിരുന്നു ഇന്ന് വടക്കൻ യുക്രൈനിലുള്ള ചെർണോബിൽ. 1986 ഏപ്രിൽ 25 VI ലെനിൻ ആണവ വൈദ്യുത നിലയത്തിലെ 4ാം റിയാക്ടറിൽ അറ്റകുറ്റപ്പണി നടത്താൻ നിശ്ചയിച്ചിരുന്നു. നിലയത്തിലെ വൈദ്യുതി നിലച്ചാലും റിയാക്ടർ തണുപ്പിക്കാൻ കഴിയുമോ എന്ന പരീക്ഷണവും അന്ന് നടത്താനായിരുന്നു തീരുമാനം. പരീക്ഷണത്തിനിടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടു. ഇതോടെ റിയാക്ടറിൻ്റെ പ്രവർത്തനം നിയന്ത്രണാതീതമായി. റിയാക്ടർ പൂർണ്ണമായും നിർത്തിവെക്കുവാൻ ശ്രമിക്കുന്നതിനിടെ അതിനുള്ളിൽ ചെയിൻ റിയാക്ഷനും സ്ഫോടനവും ഉണ്ടായി. റിയാക്ടറിലെ കോർ തന്നെ പൊട്ടിത്തെറിച്ചു. ഉഗ്ര ആണവ വികിരണം ഉണ്ടാക്കുന്ന വസ്തുക്കൾ അന്തരീക്ഷത്തിലേക്ക് പ്രവഹിച്ചു. റിയാക്ടറിൽ തുടർച്ചയായി ഉണ്ടായ സ്ഫോടനങ്ങളെ തുടർന്നുണ്ടായ തീപിടുത്തം നിയന്ത്രിക്കുവാൻ അഗ്നിശമന സേനാംഗങ്ങൾ നന്നേ പണിപ്പെട്ടു. ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് റിയാക്ടറിനുമേൽ മണൽ വിതറി. സ്ഫോടനത്തിൽ 2 പേർ തൽക്ഷണം മരിച്ചു. ആണവ നിലയത്തിലെ ചില ജീവനക്കാരെയും ഏതാനും അഗ്നിശമന സേനാംഗങ്ങളെയും പരിക്കിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ നിലയത്തിലെ ജീവനക്കാർക്ക് വേണ്ടി 1970 നിർമ്മിച്ച തൊട്ടടുത്തു തന്നെയുള്ള പ്രിപ്യാറ്റ് നഗരത്തിലെ താമസക്കാർ അടക്കമുള്ള സമീപവാസികളെ അധികൃതർ ഒഴിപ്പിച്ചത് ദുരന്തം നടന്ന് 36 മണിക്കൂറുകൾക്ക് ശേഷമാണ്. ഇതിനിടെ തകർന്ന ആണവ നിലയത്തിൽ നിന്നുള്ള ആണവ വികിരണം സ്വീഡൻ അടക്കമുള്ള രാജ്യങ്ങളിൽ വരെ എത്തി. സ്വീഡനിലെ ആണവ നിലയങ്ങളിൽ റേഡിയേഷൻ്റെ സാന്നിധ്യം വ്യക്തമായതോടെ USSRൽ എന്താണ് സംഭവിക്കുന്നത് എന്ന ചോദ്യം സ്വീഡനിലെ വിദഗ്ധർ ഉന്നയിച്ചു. വൻ ദുരന്തത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നതെന്ന് ലോകം മനസ്സിലാക്കി തുടങ്ങിയപ്പോഴേക്കും ചെർണോബിൽ നിലയത്തിൽ ഉണ്ടായിരുന്ന 190 മെട്രിക് ടൺ യുറേനിയത്തിൻ്റെ 30% അന്തരീക്ഷത്തിൽ എത്തിക്കഴിഞ്ഞിരുന്നു. നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ നിന്നുയർന്ന ആണവ അവശിഷ്ടങ്ങളും വികിരണങ്ങളും തലമുറകളുടെ ആരോഗ്യത്തെ പോലും ബാധിച്ചു. ചെർണോബിൽ മേഖലയിലെ ഭൂമി പോലും ആണവ വസ്തുക്കളാൽ മലീമസമായി. ഇന്നും 100 ടണ്ണോളം ഭാരമുള്ള ആണവ അവശിഷ്ടങ്ങൾ റിയാക്ടർ നിലനിന്നിരുന്ന മേഖലയിലുണ്ടെന്നാണ് റിപ്പോർട്ട്. ചെർണോബിലെ 4ാം റിയാക്ടറിൻ്റെ ഘടനാപരമായ പാളിച്ചകളും മോശമായ പ്രവർത്തന സംവിധാനങ്ങളുമാണ് ദുരന്തത്തിന് വഴിവെച്ചത്. ഇതേ തുടർന്ന് ചുറ്റും തഴച്ചു വളർന്നു നിന്നിരുന്ന മരങ്ങളുടെ ഇലകൾ പോലും ചുവന്നു. അവ റെഡ് ഫോറസ്റ്റ് എന്ന പേരിൽ പ്രശസ്തമായി. അന്ന് രൂപമെടുത്ത വികിരണ സ്വഭാവമുള്ള പുകമേഘം യൂറോപ്പിനെ ഒട്ടേറെ ആഴ്ചകളാണ് ഭീതിയിലാഴ്ത്തിയത്. ആ ആണവ വികിരണ ശേഷിയുള്ള വസ്തുക്കൾ പുറത്തെത്തി പരക്കുന്നത് തടയാനായി ചെർണോബിലിൽ സുരക്ഷിതമായ ബന്ദോബസ്ത് ഘടന ഒരുക്കിയിരുന്നു. 10 വർഷങ്ങൾക്ക് ശേഷം സ്റ്റീലിൽ നിർമ്മിച്ച ഒരു വമ്പൻ കൺഫൈൻമെൻറ്റ് ആർക്കിൻ്റെയും പണി തുടങ്ങി. 2017 ഈ ഘടന പൂർത്തീകരിച്ചത്. $170 കോടി ചെലവിലായിരുന്നു ഇതിൻ്റെ നിർമ്മാണം. ഘട്ടം ഘട്ടമായി ആണവ മാലിന്യം നീക്കം ചെയ്യാനും വികിരണ ഭീഷണി ഒഴിവാക്കാനും ലക്ഷ്യമിട്ടതായിരുന്നു ഈ ആർക്ക്. ഒരു ചുഴലിക്കാറ്റുണ്ടായാൽ പോലും അതിനെ ചെറുക്കുവാൻ ശേഷിയുള്ള വിധം കരുത്തുറ്റ രീതിയിലായിരുന്നു ആർക്ക് നിർമ്മിച്ചത്. നിലയത്തിൽ പണ്ട് ഉപയോഗിച്ചിരുന്ന ആണവ ഇന്ധന റോഡുകൾ പ്രത്യേകം നിർമ്മിച്ച കൂളഞ്ച് ടാങ്കുകളിലാണ് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം.
2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.